എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല ചെത്തി കഴുകിയിട്ടുണ്ട്. ഇനി അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ നമ്മളതൊന്ന് പുഴുങ്ങിയെടുക്കണം. അതായത് ബീട്രൂട്ടിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം വെക്കുക. എന്നിട്ട് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ ബീട്രൂട്ടിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ബീട്രൂട്ടിൻ്റെ വേവ് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞതാ ഇതുപോലെ ആയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റി ഇതുപോലെ. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം. ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ചൂടാറുന്നതിന് അപ്പോഴേക്കും നമുക്ക് കുറച്ച് അച്ചാർ പൊടി ഉണ്ടാക്കണം. അതിലായിട്ടൊരു തവ അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിലേക്ക് 1/2 സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉലുവ ഒന്ന് ചെറുതായി ചൂടായി വന്നതിന് ശേഷം മാത്രം നമ്മളൊരു 1/2 സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. അതൊന്ന് ചുവക്കെ കടുക് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമ്മൾക്കത് ഫ്ലെയിം ഓഫാക്കി അതൊന്നും മാറ്റി വയ്ക്കുക. ഇതും നമ്മളൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ ചൂടാറിയ ആ ബീട്രൂട്ട് നമ്മൾക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതേ വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഫൈനായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കാം. ഇനി ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂണ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന എണ്ണ. അപ്പോൾ തീ ലോ ഫ്ലെയിമിലിടുക. എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു 1/4 സ്പൂണ് കടുക് ഇട്ടുക. കടുക് പൊട്ടുന്ന സമയത്ത് നമ്മളൊരു 3/4 സ്പൂണ് ചതച്ച വെള്ളുള്ളി ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. ഇനി ഒരു 4-5 പച്ചമുളക് പൊടിയായി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. കൂടെ 2 കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ വെള്ളുള്ളിയുടെ മണമൊക്കെ വരുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ആ എണ്ണയിലൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉലുവ കടുക് മിശ്രിതം ഒരു 3/4 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇനി നമ്മൾക്ക് നേരത്തെ അരച്ച് വെച്ച ബീട്രൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരിക്കലും പച്ചവെള്ളം ചേർക്കണ്ട. അപ്പോൾ ആ മിക്സിയുടെ എല്ലാ ബീട്രൂട്ടും ഞാൻ അതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അച്ചാർ കുറച്ച് ദിവസം ഇത് ഇരിക്കുകയുള്ളൂ. പിന്നെ മറ്റുള്ള അച്ചാറുകൾ ഇരിക്കുന്ന മാതിരി ബീട്രൂട്ട് അച്ചാർ അത്രയും ദിവസം ഇരിക്കില്ല. എന്നാലും ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാറ്ററിംഗുകാരൊക്കെ ചെയ്യുന്ന അതേ ടിപ്പാണ്. അതിനേക്കാൾ കുറച്ചുകൂടി ഇത് നന്നാവും. ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അച്ചാറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂണ് തിളച്ച വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കാരണം കുട്ടികളൊക്കെ നന്നായി ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ പാത്രം കാലിയാവും. ബിരിയാണിക്കും നെയ്ച്ചോറിനും ചോറിനും എന്തിനും ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ്. 1 മുറി നല്ല നീരുള്ള ചെറുനാരങ്ങയാണ്. നീര് കുറവുള്ളതാണെങ്കിൽ നമുക്ക് ഒരു ഫുള്ള് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുക. അതോടുകൂടി നമുക്ക് ഈ ബീട്രൂട്ട് അച്ചാറിൻ്റെ ടേസ്റ്റ് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആയിരിക്കും, നിങ്ങൾ ഉദ്ദേശിച്ചതിലും കൂടെ. ഇനി അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കായം പൊടിച്ചതാണ്. അതായത് വറുത്ത് പൊടിച്ച കായമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ പൊടിക്കായവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് അധിക സമയമൊന്നും വേവേണ്ട ആവശ്യമൊന്നുമില്ല. ബീട്രൂട്ടൊക്കെ നേരത്തെ വെന്താണ്. അപ്പോൾ ഇതേ പരുവത്തിലായിരിക്കണം നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. ഇനി നമ്മൾക്ക് അവസാനമായിട്ട് നമ്മൾക്ക് അതിലേക്ക് ഒരു 2-3 സ്പൂൺ അളവിൽ വിനീഗറും കൂടി ചേർത്താൽ നമ്മൾക്ക് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഓഫാക്കി വയ്ക്കാം. അപ്പോൾ അച്ചാറിൽ നമ്മൾ വിനീഗർ മാത്രമല്ല, ബീട്രൂട്ട് അച്ചാറിൽ നമ്മൾ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനത് ഓഫാക്കിയിട്ടുണ്ട്, അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയൊരു വറവ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. വറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലേശം എണ്ണ ചൂടാക്കി ഒഴിക്കുന്നേ ഉള്ളൂ. ഒരു 1.5 സ്പൂൺ നല്ലെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 2 കറിവേപ്പില. അത് ചൂടാകുമ്പോൾ നമ്മൾ അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ നമ്മളെ അടിപൊളി ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കായം പൊടിച്ചതും ചെറുനാരങ്ങയുടെ നീരൊക്കെ കൂടി നമ്മൾ ചേർത്തുണ്ടാക്കുന്ന സമയത്ത് ആ ബീട്രൂട്ടിൻ്റെ മധുരമൊക്കെ ഒന്ന് കറക്റ്റ് ആയി കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇപ്പോൾ നമ്മളെ വീട്ടിലിപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. 2 ദിവസത്തേക്ക് തികയില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.